والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുത്തഅല്ലിമുകൾ, മാന്യ സഹോദര സഹോദരന്മാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉമർ മിസ്ബാഹി അവര് ധാരാളം ശിഷ്യന്മാരുള്ള ഒരു നല്ല യുവ പണ്ഡിതനാണ്. അവര് ദർസ് നടത്തുന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു. അവർ ഉസ്താദും കൂടിയാണ്, പുറത്തുള്ള ഉസ്താദ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാര് ഈ പ്രദേശത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സംഘാടകർ, നേതാക്കൾ എല്ലാം ഇവിടെ ഉണ്ട്. റഹ്മുർ-റഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം നിന്റെ പ്രത്യേകമായ ഖബൂൽ നൽകി ആഫിയത്തുള്ള, ബറക്കത്തുള്ള, അഴ്സത്തുള്ള, ഹിമ്മത്തുള്ള, ഹിഫ്ളുള്ള, ഈമാനും ഇഖ്ലാസും തഖ്വയും വറഅയും ഏറിയിട്ടുള്ള നിന്നോടും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സർവ്വ സ്വാലിഹീങ്ങളോടുമുള്ള ഹബ്ബ്, ഇശ്ഖ് ഏറിയിട്ടുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ആരെല്ലാം ഏതെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ഞങ്ങളിലും പറയപ്പെട്ടവരിലും പ്രത്യേകിച്ച് മജ്‌ലിസിലും ദുആ വസീയത്ത് പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ ശ്രേഷ്ഠമായ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി ജനങ്ങൾ അവിടുത്തെ 1500-ാം തിരുപ്പിറവി ആഘോഷിച്ച് പ്രൗഢമായ മദ്ഹിന്റെ, മഹബത്തിന്റെ, മൗലിദിന്റെ ജൽസകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ചുള്ളിപ്പാറ ഈ പ്രദേശത്തുകാര് നമ്മുടെ മിസ്ബാഹി ഉസ്താദിന്റെ വീട്ടില് ഇങ്ങനെ ഒരു പരിപാടി കൂടെ സംഘടിപ്പിച്ചു. ധാരാളം ചുള്ളിപ്പറമ്പുള്ള, നമ്മൾ അന്ന് വന്ന സ്ഥലം ചുള്ളിപ്പറമ്പ്, അവിടെയുള്ള കുറെ ആളുകൾ ആ മഹല്ല് ജമാഅത്തിൽ അവര് ഉണ്ടല്ലോ, മുദരിസായിട്ട് അവിടെയുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, നല്ല ഒരു ദർസ്. എത്ര മുതഅല്ലിമീങ്ങളാണ്, വളരെ ചിട്ടയാർന്ന നിലക്ക് എല്ലാ നിൽക്കും, എല്ലാ ഫന്നിലും ദഖലുള്ള നല്ല ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നല്ല ഇഖ്ലാസുള്ള നല്ല ദർസാണ് അവിടെ നടക്കുന്നത്. എനിക്കും ആ ചെറിയ സമയം വന്നപ്പോൾ വലിയ സന്തോഷമായി. ആ നാട്ടുകാരും ആ നിലക്ക് ദർസിനെയും അലമാനെയും സയ്യിദന്മാരെയും ദീനിനെയും ഒക്കെ സ്നേഹിക്കുന്ന വളരെ നല്ല നാട്ടുകാരുണ്ട്. അപ്പൊ ആ നാട്ടിൽ വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരി മാസം പ്രൗഢമായ ദർസിന്റെ എത്രാം വാർഷിക സിൽവർ ജൂബിലി മഹാസമ്മേളനം, 25-ാം വാർഷിക ദർസ് വാർഷിക സമ്മേളനം, വലിയ വലിയ ഉലമാവും സയ്യിദന്മാരും നേതാക്കളും എല്ലാം സംബന്ധിച്ച് വലിയ സമ്മേളനം അവിടെ നടക്കുകയാണ്. അപ്പൊ ആ പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിൽ നിങ്ങൾക്കത് ഏറ്റെടുക്കുക, അത് വലിയ നിലക്ക് വൻ വിജയമാക്കുക. ഉസ്താദിന്റെ നാട്ടിൽ ചുള്ളിപ്പാറ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പരിപാടി ഈ നാട്ടുകാരൊന്നടക്കം ഏറ്റെടുത്ത് അതൊരു പ്രൗഢമായ ഒരു ദർസ് വാർഷിക സിൽവർ ജൂബിലി ഒരു വലിയ സമ്മേളനമാക്കി മാറ്റാൻ ഇന്നു മുതൽ തന്നെ നിങ്ങളെല്ലാവരും അതിന്റെ പ്രവർത്തന രംഗത്ത്, പ്രചരണ രംഗത്ത് ഉണ്ടാകണം. അള്ളാഹു ഖബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. ഇസ്സത്തോടെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന നിലക്ക് ഞങ്ങളെ ദർസും ഞങ്ങളെ പ്രവർത്തനങ്ങളും ജീവിതവും എല്ലാം നീ ഖബൂലാക്കണം റഹ്മാനെ. സമയമില്ലാത്തതുകൊണ്ട് മഹാനരായ ശൈഖുനാ റയീസുൽ ഉലമാ ഉസ്താദ് എന്നെ അടങ്ങനെ വെയിറ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മഫ്ലായുടെ സ്റ്റേജിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ എത്തിയിട്ട് ഉസ്താദ് പോലെ ഇറങ്ങുള്ളൂ. അപ്പോൾ അവിടുന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 9 മണി എന്ന് പറഞ്ഞത് സമയം ഉസ്താദ്മാർക്കാകുമ്പോൾ സമയം തെറ്റി പോകണ്ടെന്നുള്ള ആൾക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ഇനിയും സമ്മേളനം വരുന്നുണ്ടല്ലോ,
അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒന്ന് സംസാരിച്ച് അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദിനെന്ത് ഇവിടെ എനിക്ക് നമ്മളെ ചെറുക്കൽ ബാവാജി അള്ളാഹുവേ, ബാവാജിക്ക് നീ വളരെ പെട്ടെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, നീ സലാമത്ത് നൽകണം അല്ലാഹ്. എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാനെ. ഞാൻ എല്ലാവർക്കും വേണ്ടിയും ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ നാട്ടുകാരെല്ലാവർക്കും ഇഖാമ ശരിയാവാനും ഒക്കെ പ്രത്യേകം പറഞ്ഞ് ഈ പരിസര പരിസര വീട്ടുകാർ എല്ലാവർക്കും റബ്ബേ നീ സന്തോഷം നൽകണം അല്ലാഹ്, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന ഫായിസീങ്ങളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി അത് മുഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മാത്രമാണ്. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. ശ്രേഷ്ഠമായ റബീഉൽ അവ്വലിലെ അവസാന സമയം നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മൗലിദിന്റെ ഈ പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാൻ. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ മൗലിദ് സദസ്സ് റബീഉൽ അവ്വൽ 1 തുടങ്ങി ഇന്ന് ഈ സമയം വരെയും ഈ നാട്ടുകാരൊന്ന് അന്നടങ്കം സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകര്, നേതാക്കൾ, പ്രവർത്തകർ, ഉസ്താദുമാര് എല്ലാവരും കൂടി സംഗമിച്ച് നടക്കുന്ന മൗലിദ് സദസ്സിന്റെ സമാപന സമ്മേളനം കൂടിയാണ് റഹ്മാനായ റബ്ബേ. ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിലുള്ള സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ഈ വീട്ടുകാര്, അർഹമുർ-റഹീമായ റബ്ബേ, നാട്ടുകാര്, പരിസര വീട്ടുകാര്, അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം റഹ്മാനെ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴികളും